പക്ഷേ ഇപ്പൊ ഇലക്ഷനൊക്കെ പ്രഖ്യാപിച്ച് ഇരിക്കുന്ന സാഹചര്യമാണല്ലോ. തീർച്ചയായിട്ടും. ഇലക്ഷൻ വർക്കൊക്കെ എങ്ങനെ പോകുന്നു? സ്ഥാനാർത്ഥി ഇപ്പോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി ഓൾറെഡി ആയി കഴിഞ്ഞു. അതെ. ഇപ്പൊ കഴിഞ്ഞ 5 വർഷമായിട്ട് ദേവികുളം മണ്ഡലത്തെ പ്രതിനിധീകരിച്ച അഡ്വക്കേറ്റ് രാജയാണ് വീണ്ടും വീണ്ടും സ്ഥാനാർത്ഥിയായിട്ട് വരുന്നത്. ഈ കഴിഞ്ഞ ഒരു 5 വർഷത്തെ പ്രവർത്തനം സ്വാഭാവികമായിട്ടും വോട്ടർമാര് വിലയിരുത്തിക്കൊണ്ടായിരിക്കും തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. അപ്പൊ കഴിഞ്ഞ ഒരു 5 വർഷത്തെ MLA-യുടെ പ്രവർത്തനത്തെ നമ്മൾ നോക്കിക്കാണുമ്പോൾ ഭൂമാഷ് എങ്ങനെയാണ് വിലയിരുത്തുന്നത്? തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡിലായിരിക്കും ജനങ്ങൾ അതിനെ വിലയിരുത്തുക എന്നെനിക്ക് തോന്നുന്നു. സാധാരണഗതിയിൽ ഒരു MLA-ക്ക് ഏതെങ്കിലും വിധത്തിലൊക്കെയുള്ള പ്രവർത്തനങ്ങളുടെ അല്ലെങ്കിൽ ഏതെങ്കിലും വിഭാഗത്തിന്റെ അസംതൃപ്തിയുടെയൊക്കെ ഭാഗമായിട്ടൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടായേക്കും. പക്ഷേ രാജയെ സംബന്ധിച്ച് കഴിഞ്ഞൊരു 5 വർഷത്തെ പ്രവർത്തനം പൊതുവെ വിലയിരുത്തിയാൽ അത്തരത്തിൽ ആളുകളിൽ ഒരു നെഗറ്റീവ് ചിന്ത ജനിപ്പിക്കുന്ന അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു പ്രവൃത്തി അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായി എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. സ്വാഭാവികമായിട്ടും എല്ലാ ജനങ്ങൾക്കും സ്വീകാര്യനായ അല്ലെങ്കിൽ സമീപിക്കാവുന്ന ഒരു വ്യക്തിത്വമായിട്ടാണ് നമുക്ക് തോന്നിയിട്ടുള്ളത്. തീർച്ചയായിട്ടും. സൗമ്യമായിട്ടുള്ള പെരുമാറ്റമുണ്ട്. അപ്പൊ പെരുമാറ്റം കൊണ്ട് മാത്രം ഒരു ജനപ്രതിനിധി ജനങ്ങളുടെ മനസ്സിൽ ഇടം പിടിക്കില്ല. അപ്പൊ നാടിനെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ നാട്ടില് അല്ലെങ്കിൽ തൻ്റെ മണ്ഡലത്തില് കഴിഞ്ഞ 5 വർഷക്കാലം MLA എങ്ങനെ പെർഫോം ചെയ്തു എന്നുള്ളത് ജനം സ്വാഭാവികമായിട്ട് വിലയിരുത്തും. തീർച്ചയായിട്ടും രണ്ടാമത് മത്സരിക്കുമ്പോൾ അത് ജനം നോക്കും. അപ്പൊ അങ്ങനെ വരുമ്പം നടത്തിയിട്ടുള്ള വികസന പരിപാടികൾ ഇല്ലേ? തീർച്ചയായിട്ടും. വികസനം എന്ന് പറയുമ്പം പശ്ചാത്തല വികസനങ്ങളുണ്ട്, റോഡ് പോലെയുള്ള കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സ്ഥാപനങ്ങൾ ഇപ്പം ജനങ്ങൾക്ക് സേവനം നൽകുന്ന ആശുപത്രി, സ്കൂള് ഇവയുടെ രംഗത്ത് MLA എങ്ങനെ ഇടപെട്ടു, എന്ന് മാത്രം ഫണ്ട് കൊണ്ടുവന്നു എന്നുള്ളതൊക്കെ ജനം വിലയിരുത്തും. അപ്പൊ അങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോൾ ഇപ്പോ നമുക്കറിയാം 2018 പ്രളയം അല്ലേ? പ്രളയത്തില് ഒരുപാട് നാശനഷ്ടം നമ്മുടെ എല്ലാ മേഖലയിലും നമ്മുടെ ഇവിടെ ഉണ്ടായി. അപ്പൊ പ്രളയത്തിൽ തകർന്ന ഒരുപാട് റോഡുകളൊക്കെ തൻ്റെ മണ്ഡലത്തിലെ മുഖ്യമന്ത്രിയുടെ പ്രത്യേക റോഡ് വികസന പദ്ധതി പ്രകാരം ഏതാണ്ട് 10 കോടി രൂപയുടെ ഒരു വികസനം ഈ അടിമാലി പഞ്ചായത്തിൽ മാത്രമായിട്ട് കൊണ്ടുവരാൻ കഴിഞ്ഞു. അല്ല, അതിൽ എനിക്ക് തോന്നിയ മറ്റൊരു കാര്യം, ഈ ഒരു പ്രളയമൊക്കെ തകർത്തെറിയുന്നതിന് മുമ്പ് ഉള്ള കാലം പരിശോധിച്ചാലും നമ്മുടെ റോഡുകൾ ഇത്രത്തോളം ഏറ്റവും ആധുനിക രൂപത്തിൽ ഒരിക്കലും ഉണ്ടായിരുന്നില്ല. ഒരുപക്ഷെ കേരളത്തിലുള്ള റോഡുകളിൽ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന റോഡുകളായിരുന്നു. എല്ലാ മേഖലയിലേക്കും, അത് ഈ പറഞ്ഞ ഇപ്പോൾ CD സൂചിപ്പിച്ച ഗ്രാമീണ മേഖലയിൽ മുഖ്യമന്ത്രിയുടെ റോഡ് വികസന പദ്ധതി, അതുപോലെ മറ്റിതര ഏജൻസികളെ ഒക്കെ ഏജൻസികളെ കേന്ദ്ര ഗവൺമെന്റിന്റെ അടക്കം ഫണ്ടുകൾ അക്കാര്യത്തിൽ കൊണ്ടുവന്ന് വിവിധ മേഖലകളിൽ വിനിയോഗിക്കുന്ന കാര്യത്തിൽ നന്നായി ഇടപെട്ടിട്ടുണ്ട്. അതിപ്പോ നമ്മുടെ ജില്ലയിൽ വിവിധ ഈ ദേവികുളം മണ്ഡലത്തിൽ സഞ്ചരിച്ചാൽ കാണാൻ കഴിയും. ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ വരുന്ന ഒരു മേഖലയാണ്. അവരാ റോഡുകളെ നല്ല രീതിയിൽ ഇവിടുത്തെ യാത്രാ സൗകര്യം പുരോഗമിച്ചതിനെ കുറിച്ച് പറയാറുണ്ട്. MLA-യുടെ ഫണ്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ട്, MLA-യുടെ ആസ്തി വികസന ഫണ്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നിരവധിയായിട്ടുള്ള റോഡിന്റെ നിർമ്മാണം വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ഈ ആശുപത്രി സംവിധാനത്തെ കുറിച്ച് പറയുമ്പോൾ ഇപ്പൊ നമ്മുടെ ദേവികുളം മണ്ഡലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആശുപത്രിയാണ് അടിമാലി താലൂക്ക് ആശുപത്രി. അടിമാലി താലൂക്ക് ആശുപത്രിയുടെ വികസനവുമായി ബന്ധപ്പെട്ട് നമ്മൾ നോക്കുമ്പോൾ കഴിഞ്ഞ 5 വർഷം എന്ന് മാത്രമല്ല, കഴിഞ്ഞ 10 വർഷത്തിന്റെ ഇടയിൽ നിരവധിയായിട്ടുള്ള പുതിയ 2 വലിയ കെട്ടിടങ്ങൾ വന്നിട്ടുണ്ട്. അതുപോലെ ഇപ്പൊ കാത്ത് ലാബ് അനുവദിച്ചിട്ടുണ്ട്. ഇതെല്ലാത്തിനും കൂടെ കൂടി ഏതാണ്ട് 28 കോടി രൂപയോളം രൂപ മുടക്കി ഇപ്പോൾ ഈ പ്രദേശത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ ചികിത്സയ്ക്ക് ആശ്രയിക്കുന്ന ഒരു ആശുപത്രിയായിട്ട് അടിമാലി താലൂക്ക് ആശുപത്രി മാറ്റിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും അത്
MLAക്ക് അഭിമാനിക്കാവുന്ന, അല്ലെങ്കിൽ ജനങ്ങളെ ധൈര്യപൂർവ്വം ഈ ഒരു കാര്യത്തിൽ ജനങ്ങളെ സമീപിക്കാൻ കഴിയുന്ന ഒരു നേട്ടമായിട്ട് തന്നെ നമുക്ക് തന്നെ കാണാൻ കഴിയും. വിലയിരുത്താം. അപ്പോൾ ആശുപത്രി വികസന രംഗത്ത് അത് നല്ല ഇടപെടൽ നടത്തിയിട്ടുണ്ട്. ഇപ്പം മൂന്നാറിലാണെങ്കിൽ അതെ, ഏതാണ്ട് 68 കോടി രൂപയല്ലേ, അതെ, അതെ. 68 കോടി രൂപയുടെ ഒരു സൂപ്പർ മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രിക്ക് തറക്കല്ലിട്ട് കഴിഞ്ഞു. അപ്പോൾ ചികിത്സാ രംഗത്ത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മണ്ഡലത്തിൽ ആ പിന്നോക്കാവസ്ഥ പരിഹരിക്കുന്നതിൽ വളരെ നല്ലൊരു ഇടപെടലാണ് MLAയുടെ ഭാഗത്തുനിന്നുണ്ടായെന്ന് കാണുന്നത്. തീർച്ചയായിട്ടും അതെ. മറ്റൊന്ന് നമ്മുടെ ഈ സ്കൂളുകളുടെ സേവനം വികസനവുമായി ബന്ധപ്പെട്ട് എടുത്തു പറയത്തക്ക കാര്യമാണ്. ഇപ്പം മണ്ഡലത്തിൽ പറഞ്ഞു 12 പഞ്ചായത്തുകളുണ്ട്, ഇടമലക്കുടി അടക്കമുള്ള വളരെ വിസ്തൃതമായൊരു പഞ്ചായത്താണ്. അതിലിപ്പോൾ എനിക്ക് അടുത്തറിയാവുന്നത് അടിമാലി പഞ്ചായത്തിലെ 5 സ്കൂളുകൾ. അതിൽ ഈയിടെ ഈ കൊരങ്ങാട്ടി ട്രൈബൽ സ്കൂളിന് ഇടുക്കി പാക്കേജിൽപ്പെടുത്തി 5 കോടി രൂപയുടെയാണ് അനുമതി കൊടുത്തിട്ടുള്ളത്. നമ്മുടെ അടിമാലി ഗവൺമെൻറ് ഹൈസ്കൂളിന് 3 കോടി രൂപ കിഫ്ബി ഫണ്ട് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ പഴമ്പള്ളിച്ചാല്, മച്ചിപ്പ്ളാവ് സ്കൂള്, ദേവിയാർ കോളനി ഹൈസ്കൂള്, ഈ സ്കൂളുകൾക്കെല്ലാം കുഞ്ചിത്തണ്ണി സ്കൂളിന് 5 കോടി രൂപയുടെ ആധുനിക ബ്ലോക്കാണ് നിർമ്മാണം നടത്തിയിട്ടുള്ളത്. ബൈസൺ വാലി ഉണ്ട്, 1 കോടി രൂപ. 1 കോടി രൂപയുടെ വികസനം നടത്തിയിട്ടുണ്ട്. അപ്പം നമ്മുടെ മണ്ഡലത്തിലെ പ്രധാനപ്പെട്ട ഹൈസ്കൂളുകൾ, അതുപോലെ തന്നെ UP സ്കൂളുകൾക്കൊക്കെ കോടിക്കണക്കിന് രൂപയുടെ വികസനം ഉണ്ടാക്കാനും അതുവഴി കുട്ടികൾക്ക് മികച്ച MLAയുടെ പ്രവർത്തനം വിലയിരുത്തുമ്പോൾ അതിനകത്ത് ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായി സ്കൂൾ മേഖലയുടെ വികസനം, ഭൗതിക സാഹചര്യങ്ങൾ വികസിപ്പിച്ചത് വരും. അവിടെ എനിക്ക് ചേർത്ത് വെച്ച് പറയാൻ തോന്നുന്ന ഒരു കാര്യം, ഈ സ്കൂളുകൾ പലതും 2002 അടച്ചുപൂട്ടാൻ തീരുമാനിച്ചിരുന്നതാണ്. UDFന്റെ കാലത്ത് അടച്ചുപൂട്ടൽ ആ സ്കൂളുകളാണ് ഇപ്പോ ഈ മികച്ച നിലവാരത്തിലേക്ക് വരുന്നത്. അത് അഭിമാനിക്കാൻ കഴിയുന്ന നേട്ടമായിട്ട് പറയാൻ പറ്റും. മറ്റൊന്ന് നമ്മുടെ ഈ വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഭവന നിർമ്മാണം, സർക്കാരിൻ്റെ ലൈഫ് പദ്ധതി ഉണ്ട്. ആ ലൈഫ് പദ്ധതിയിൽപ്പെട്ട അടിമാലി പഞ്ചായത്തിൽ മാത്രം 1500-ൽ കൂടുതൽ വീടുകൾ ഈ 10 വർഷത്തിനിടയിൽ പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിപ്പോൾ ഒരു MLAയുടെ നേട്ടമാണോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വളരെ ഭാവനാപൂർണമായിട്ട് പ്ലാൻ ചെയ്ത പദ്ധതിയാണ്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ട്രൈബൽ മേഖലയിലെ ഭവനരഹിതരായിട്ടുള്ള മുഴുവൻ ആളുകൾക്കും വീട് വെച്ച് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതും ഈ വീടില്ലാത്തവർക്ക് വീട് വെച്ച് കൊടുത്ത പരിപാടി കഴിഞ്ഞ ഈ 10 വർഷത്തിനിടയിൽ ഏതാണ്ട് 5 ലക്ഷത്തിലേറെ വീടുകളാണ് കൊടുത്തിട്ടുള്ളത്. ഒരുപക്ഷെ ലോകത്ത് ഒരു രാജ്യത്തും മാതൃക നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയില്ല. അപ്പൊ അതൊരു വലിയ നേട്ടമായി നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഈ ടൂറിസം മേഖലയുടെ വികസനം, ഇപ്പോൾ ദേവികുളം മണ്ഡലം എന്ന് പറയുന്നത് പ്രധാനമായും ടൂറിസത്തെ ബേസ് ചെയ്താണ് ഇനിയുള്ള കാലത്ത് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ആ രംഗത്ത് മൂന്നാറിൽ വലിയ ഒരു കുതിച്ചുചാട്ടത്തിന് തന്നെ ഇട നൽകുന്ന രൂപത്തിൽ അവിടെ പുതിയ പാലങ്ങൾ വന്നു, പുതിയ ഫ്ലൈ ഓവറുകൾ വരികയാണ്. അപ്പോൾ അങ്ങനെ ഒരു കാതലായ മാറ്റത്തിന് അവിടെ ടൂറിസം മേഖലയിൽ ഒരു കാതലായ മാറ്റം കൊണ്ടുവരാൻ, അല്ലെങ്കിൽ അവിടെ ഒരു വലിയ വികസനത്തിന് വഴിമരുന്നിടാൻ അദ്ദേഹത്തിന്റെ പ്രവർത്തനം കൊണ്ട് കഴിഞ്ഞു. അതുപോലെ നമ്മുടെ ഈ ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പരിസ്ഥിതിവാദികളായാലും ചില രാഷ്ട്രീയ തൽപര കക്ഷികൾ പരാതിക്ക് പോയി നിർമ്മാണം തടസ്സപ്പെട്ട ഒരു സ്ഥിതിയുണ്ട്. എനിക്ക് തോന്നുന്നു അതിലേ ഈ സർക്കാരിന്റെ കാലത്ത് കേരളത്തിൽ വന്ന മാറ്റങ്ങളുടെ ഏറ്റവും ഹൈലൈറ്റ് ആയി നിൽക്കുന്ന ഒന്ന് നാഷണൽ ഹൈവേയുടെ വികസനമാണ്. അതുപോലെ തീരദേശ പാത, മലയോര പാത. അപ്പൊ അത് എല്ലാ സ്ഥലത്തും അതിനെതിരെ ഒരു അസഹിഷ്ണുതയോടെയുള്ള സമീപനം ഈ ഇടതുപക്ഷ വിരുദ്ധരെല്ലാം കൂടി ചേർന്ന് നടത്തിയിരുന്നു. ഇവിടെയും അതിന്റെ ഭാഗമായിട്ടാണോ ഇത് ഈ ഒരു തടസ്സവാദമൊക്കെ ഉയർന്നു വന്ന് എന്ന് കാണുന്നു. MLA നന്നായി ഇടപെട്ടു. ഏതായാലും ആ നിർമ്മാണം പുനരാരംഭിച്ചിട്ടുണ്ട്. അതെ. അപ്പൊ അതും കൂടെ പൂർത്തിയാവുമ്പോൾ തീർച്ചയായിട്ടും ഈ മൂന്നാർ ടൂറിസം മേഖലയ്ക്ക് നല്ലൊരു കുതിപ്പാവും. മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ അടുത്ത കാലത്ത് കഴിഞ്ഞ ഒക്ടോബർ 25-നാണ് ഇവിടെ ലക്ഷം വീട് ദുരന്തം ഉണ്ടായത്. ദേശീയപാതയുടെ അശാസ്ത്രീയമായ നിർമ്മാണത്തിന്റെ ഭാഗമായിട്ടാണ് മണ്ണിടിച്ചിൽ മൂലം ഒരാൾ മരണപ്പെട്ടു. അയാളുടെ ഭാര്യയുടെ കാൽ മുറിച്ച് കളയേണ്ടി വന്നു. 28 വീടുകൾ വാസയോഗ്യമല്ല എന്ന് കണ്ടു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ശരിക്കും പറഞ്ഞാൽ മനുഷ്യനിർമ്മിതമായ ഒരു ദുരന്തമെന്നാണ് അതിനെ കണ്ടെത്തിയിട്ടുള്ളത്.
അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ള കാര്യത്തിന് ധനസഹായം കൊടുക്കുന്ന കാര്യത്തിൽ വളരെ പരിമിതി ഉണ്ടായിരുന്നു. ഒരു പ്രകൃതി ദുരന്തമാണെങ്കിൽ തീർച്ചയായിട്ടും സർക്കാരിന് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി അത്തരത്തിലേക്ക് തീരുമാനമെടുക്കാം. ഇതിൽ ഒരു മനുഷ്യനിർമ്മിത ദുരന്തമെന്ന് കണ്ടിട്ട് പോലും MLAയുടെ വളരെ ഇച്ഛാശക്തിയോടുകൂടിയുള്ള ഇടപെടൽ, നിയമസഭയിൽ സബ്മിഷൻ ഉന്നയിച്ചു. അതുപോലെ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് റവന്യൂ മിനിസ്റ്റർ, അതുപോലെ നമ്മുടെ ജില്ലയിലെ പാർട്ടി നേതൃത്വം, ഇവിടുത്തെ ജില്ലയിൽ നിന്നുള്ള മന്ത്രി റോഷി അഗസ്റ്റിൻ അടക്കമുള്ള ആളുകളെ ബന്ധിപ്പിച്ചുകൊണ്ട് വലിയൊരു ശ്രമം നടത്തിയതിൻ്റെ ഭാഗമായിട്ടാണ് ആ 28 കുടുംബത്തിനും വീട് വെക്കാനും അതുപോലെ തന്നെ സ്ഥലം വാങ്ങാനുമായിട്ട് 10 ലക്ഷം രൂപ. അതെ, അതൊരു വലിയ നേട്ടം. കാരണം അവർ പ്രക്ഷോഭ രംഗത്തൊക്കെ ഉണ്ടായിരുന്നു എങ്കിൽ പോലും അതിനെയെല്ലാം മാനിച്ചുകൊണ്ട് ആ ജനങ്ങളെ ചേർത്ത് പിടിച്ച ഒരു രീതിയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും MLAയുടെ ഭാഗത്തുനിന്ന് ആ ദുരന്തം ഉണ്ടായ നിമിഷം മുതൽ അവർക്ക് ഈ ആശ്വാസം കിട്ടുന്നത് വരെയുള്ള എല്ലാ കാര്യത്തിലും നല്ല ഇടപെടൽ ഉണ്ടായിരുന്നു. അതിലൊരു കാര്യം, ഇപ്പോൾ സാധാരണഗതിയിൽ ഇത്തരം ദുരന്തങ്ങൾ ഉണ്ടാവുമ്പോൾ വളരെ പെട്ടെന്ന് അവരെ പുനരധിവസിപ്പിക്കാത്ര എളുപ്പമുള്ള കാര്യമെല്ലാം അറിയാം. പക്ഷെ താൽക്കാലികമായിട്ടെങ്കിലും അവർക്കൊരു കൊള്ളാവുന്ന ഷെൽട്ടർ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ള പ്രധാനപ്പെട്ട കാര്യം. അത് കൃത്യമായി ചെയ്യാൻ കഴിഞ്ഞു. അതിനകത്ത് MLAയുടെ വളരെ ബോധപൂർവമായ KSCBയുടെ ക്വാർട്ടേഴ്സുകൾ ലഭ്യമാക്കുന്ന കാര്യത്തിൽ ഫ്ലാറ്റിലേക്ക് കുറെ കുടുംബത്തെ എങ്കിലും മാറ്റുന്ന, അതൊക്കെ സമയബന്ധിതമായി ഇടപെടാനും ആളുകളെ കൊണ്ടുവന്ന് താമസിപ്പിക്കാനും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ നമുക്ക് പറയുവാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. തീർച്ചയായിട്ടും അപ്പൊ എല്ലാം ഈ ഒരു സമയപരിധിക്കുള്ളിൽ കഴിയില്ല എങ്കിൽ പോലും അപ്പോൾ തീർച്ചയായിട്ടും കഴിഞ്ഞ കാലത്തെ പ്രവർത്തനത്തെ ഒരു സ്പ്രിംഗ് ബോർഡായി കരുതിക്കൊണ്ട് തീർച്ചയായിട്ടും മുമ്പോട്ട് കുതിക്കാനുള്ള എല്ലാവിധ സാഹചര്യങ്ങളും നമുക്ക് കാണാൻ കഴിയും. ഒന്ന്, ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തിന്റെ ഭാഗമായി ഏതെങ്കിലും ജനവിഭാഗങ്ങൾ എതിരായിത്തീരുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല. അത്തരത്തിൽ ആ ഒരു അസംതൃപ്ത വിഭാഗത്തെ സൃഷ്ടിക്കാനൊക്കെയുള്ള വലിയ ശ്രമം നടന്നെങ്കിലും അതൊന്നും ഫലിച്ചില്ല എന്ന് വേണം കാണാൻ. എല്ലാവരും ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ പോകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അത് ഒരു മുതൽക്കൂട്ടായി തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും എന്നാണ്. ഈ അടുത്ത നാളിലുണ്ടായിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പം നമുക്കറിയാം, ഒരു വിദൂര ആദിവാസി കോളനിയായി കുർത്തിക്കുടി എന്ന് പറയും. അതെ, യാത്രാ സൗകര്യം തീരെയില്ല. മാത്രമല്ല അങ്ങോട്ടുള്ള റോഡ് ഏതാണ്ട് 4 കോടി രൂപ മുടക്കി മുഖ്യമന്ത്രിയുടെ റോഡ് വികസന പദ്ധതി പ്രകാരമാണ്. വളരെ മനോഹരമായ റോഡാണ്. ഞാൻ ഈ കഴിഞ്ഞിടെ അവിടെ ഒന്ന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്കല്ലെങ്കിൽ ജീപ്പ് മാത്രമേ പുറം ലോകവുമായിട്ട് ബന്ധപ്പെടാനുള്ള ഒരു അവസരം ഉണ്ടായിരുന്നു. അപ്പം അങ്ങോട്ടുള്ള ഒരു ബസ് സർവീസ് ആരംഭിക്കണമെന്നുള്ള അവരുടെ ഒരു ആവശ്യം ദീർഘകാലത്തെ അവരുടെ സ്വപ്നമാണ്. അപ്പോൾ തീർച്ചയായിട്ടും MLA അഡ്വക്കേറ്റ് രാജ കാര്യത്തിൽ വളരെ സജീവമായിട്ട് ഇടപെട്ടു. ഫോറസ്റ്റ് വകുപ്പ് എന്തോ ഒരു തടസ്സവാദം ഉന്നയിച്ചു. അതിന്റെ ഭാഗമായി സർവീസ് ആരംഭിച്ച അന്ന് തന്നെ നിന്നു എന്നൊക്കെ പറഞ്ഞൊരു പ്രചരണം ഉണ്ടായി. പക്ഷെ അന്ന് ബസ് അവിടെ പോയിട്ടുണ്ടായില്ല. അവരുടെ അനുമതി കൂടാതെ ബസ് ഓടിക്കാൻ തീരുമാനിച്ചു എന്നൊക്കെ പറഞ്ഞാന്ന് തോന്നുന്നു. ഏതായാലും അത് ഇടപെട്ട് ഇപ്പോൾ ഒരു KSRTC ബസ് സർവീസ് അങ്ങോട്ട് വന്നിട്ടുണ്ട്. വലിയ ആഹ്ലാദാരവത്തോടെയാണ് ഞാൻ അതിന്റെ വീഡിയോ കണ്ടിരുന്നു. അത് ജനം ഈ നെഞ്ചേറ്റു എന്ന് വലിയ അവരവിടെ ആനന്ദ നൃത്തമൊക്കെ ജനം ആനന്ദ നൃത്തം ചെയ്യുന്നതൊക്കെ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നു. അത് MLAക്ക് നമ്മുടെ അഡ്വക്കേറ്റ് A. രാജ MLA എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളിൽ ഏറ്റവും അവസാനം ഒരു പൊൻതൂവൽ കൂടി കൂട്ടിച്ചേർത്തുകൊണ്ടാണ് ഇപ്പം നിൽക്കുന്നത്. അപ്പോൾ ഇലക്ഷൻ പ്രഖ്യാപിച്ചു. 9-ാം തീയതി പോളിംഗ് ബൂത്തിലേക്ക് എത്തുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു 2ാം ഊഴം ദേവികുളം മണ്ഡലത്തെ പ്രതികരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട MLA അഡ്വക്കേറ്റ് A. രാജ തീർച്ചയായിട്ടും ജനങ്ങൾ അദ്ദേഹത്തെ ഇരുകൈ നീട്ടി സ്വീകരിക്കുമെന്നാണ് തോന്നുന്നത്. അല്ലേ? സംശയമൊന്നും നമുക്ക് 100% അത്തരത്തിൽ വിശ്വസിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും നിലവിലുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഏതായാലും അഡ്വക്കേറ്റ് രാജയുടെ വിജയം നമുക്ക് കാത്തിരിക്കാം, അല്ലേ? തീർച്ചയായും.